ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇസ്ലാം വിമർശകനായ ആരിഫ് ഹുസൈനും കൂട്ടരും ചേർന്ന് അവതരിപ്പിച്ച ഒരു വീഡിയോ ആണ്. ഒരു വാർത്താ അവതാരകൻ ഒരു ഭീകരവാദിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവരിവിടെ ചർച്ച ചെയ്യുന്നത്. ഭീകരവാദിയായ ഉസാമ ബിൻ ലാദൻ തന്റെ ക്രൂരതകളെ ന്യായീകരിക്കാൻ വേണ്ടി ഖുർആൻ വചനങ്ങളെയും ചില ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വാക്കുകളെയും വളച്ചൊടിച്ചുപയോഗിച്ചതിനെ അടിസ്ഥാനമാക്കി ഇസ്ലാം എന്നത് ഭീകരവാദമാണെന്ന് സ്ഥാപിക്കാനാണ് അയാൾ ഇവിടെ ശ്രമിക്കുന്നത്. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെ മറച്ചുവെച്ചുകൊണ്ട് അർദ്ധസത്യങ്ങളും നുണകളും ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അയാളുടെ വാദങ്ങളുടെ പൊള്ളത്തരം നമുക്കിന്ന് തുറന്നു കാണിക്കാം. കുറ്റവാളികളുടെ ന്യായീകരണങ്ങളും യുക്തിരാഹിത്യവും. ഒരു വ്യക്തി താൻ ചെയ്ത ഒരു വലിയ തെറ്റിനെയോ ക്രൂരതയെയോ ന്യായീകരിക്കാൻ വേണ്ടി ഒരു മതഗ്രന്ഥത്തെ കൂട്ടുപിടിച്ചാൽ ആ തെറ്റ് ആ മതത്തിന്റെ അധ്യാപനമാണെന്ന് വാദിക്കുന്നത് എത്രമാത്രം യുക്തിരഹിതമാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. ലോകത്ത് ഒരുപാട് കൊലപാതകികൾ തങ്ങളുടെ ചെയ്തികളെ ന്യായീകരിക്കാൻ പല പ്രത്യയശാസ്ത്രങ്ങളെയും ദുരുപയോഗം ചെയ്യാറുണ്ട്. അവർ തങ്ങൾക്ക് തോന്നുംപടി ഇസ്ലാമിനൊരു പുതിയ രൂപമുണ്ടാക്കി അതിനെയാണ് ആക്രമിക്കുന്നത്, അല്ലാതെ യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനത്തെയല്ല. ഇവിടെ അയാൾ ചെയ്യുന്ന ഏറ്റവും വലിയ കള്ളത്തരം ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു തീവ്രവാദിയുടെ വാക്കുകളെയാണ് ഇസ്ലാമിന്റെ ആധികാരിക ശബ്ദമായി അയാൾ അവതരിപ്പിക്കുന്നത് എന്നതാണ്. എന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം പ്രതികാരം അല്ലെങ്കിൽ ശിക്ഷാ നടപടി എന്നത് കൃത്യമായി കുറ്റവാളിയോട് എഴുത്തുകളുണ്ട്. അതിന്റെ ശേഷം പറയാണ് ഗോഡ് സേയിങ്. സ്വാമില്ലാതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, ആഷ്മി മുഖ്യ സ്റ്റേറ്റ്മെന്റുകളിലൊന്നാണ് ഗോഡ് സേയിങ്. എന്താണ് ഗോഡ് പറയുന്നത്? ആൻഡ് ഇഫ് യു പണിഷ്, എന്നിട്ട് ബ്രാക്കറ്റിലിടാണ്, യുവർ എനിമി ഓർ യുവർ ബിലീവർ വൺനെസ് ഓഫ് ഗോഡ്, then punish them with like of that with which you were afflicted. സൂറത്ത് നഹലിലെ, അതായത് ഖുർആനിലെ 16-ാമത്തെ അധ്യായത്തിലെ 126-ാമത്തെ വചനമാണ്. എന്താണ് ആ വചനത്തിൽ പറയുന്നത്? മാത്രം സ്വീകരിക്കേണ്ട ഒന്നാണ്. വിശുദ്ധ ഖുർആനിലെ അൽ അനാം എന്ന അധ്യായത്തിലെ 164-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, പാപഭാരം പേറുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം പേറുകയില്ല എന്ന്. അതായത് ഒരാൾ ചെയ്ത കുറ്റത്തിന് അയാളുടെ കുടുംബത്തെയോ കുട്ടികളെയോ സ്ത്രീകളെയോ ശിക്ഷിക്കാൻ ഇസ്ലാം കർശനമായി വിലക്കുന്നു. യുദ്ധക്കളത്തിൽ ആയുധമെടുത്തു പോരാടുന്ന സൈനികരോട് യുദ്ധം ചെയ്യാമെന്നല്ലാതെ അവരുടെ നാട്ടിലുള്ള നിരപരാധികളായ മനുഷ്യരെ കൊല്ലാൻ ഈ വചനം ഒരിക്കലും അനുവാദം നൽകുന്നില്ല. ഇസ്ലാമിന്റെ ഈ അടിസ്ഥാന പ്രമാണത്തെ മറച്ചുവെച്ചുകൊണ്ട് ഒരു ഭീകരവാദി തനിക്ക് തോന്നിയ രീതിയിൽ നൽകിയ വളച്ചൊടിച്ച വ്യാഖ്യാനത്തെയാണ് ഇസ്ലാം വിമർശകൻ ഇവിടെ കൊട്ടിഘോഷിക്കുന്നത്. ഇനി നമുക്ക് നിരീശ്വരവാദികളുടെ ധാർമ്മികതയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ ശരിയോ തെറ്റോ എന്ന് വേർതിരിക്കാൻ വസ്തുനിഷ്ഠമായ ഒരു മാനദണ്ഡവുമില്ല. എല്ലാം വെറും ഭൗതികമായ കണികകളുടെ ആകസ്മികമായ ചലനങ്ങൾ മാത്രമാണ്. അങ്ങനെയൊരു ലോകത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നത് എന്തടിസ്ഥാനത്തിലാണ് തെറ്റാകുന്നത്? പ്രകൃതിയുടെ നിയമം ശക്തനായവൻ അതിജീവിക്കും എന്നതു മാത്രമാണ്. അതുകൊണ്ടുതന്നെ മനുഷ്യരെ കൊല്ലുന്നത് തെറ്റാണ് എന്ന് പറയാൻ പോലുമുള്ള ഒരു ധാർമ്മിക അടിത്തറ സ്വന്തം ചിന്താധാരയിൽ ഇല്ലാത്തവരാണ് ധാർമ്മികതയുടെ പേരു പറഞ്ഞ് ഇസ്ലാമിനെ വിമർശിക്കാൻ വരുന്നത്. രാത്രികാല യുദ്ധങ്ങളിലെ അബദ്ധങ്ങളും യാഥാർത്ഥ്യങ്ങളും. അടുത്തതായി, ഇസ്ലാം നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ അയാൾ സഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നോക്കുക. വധിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടൊരു സബ് ഹെഡിങ് കൊടുത്തിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ്? സഅബ് ബിനു ജസാമയിൽ നിന്ന് രാത്രികാലത്ത് നടക്കുന്ന യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ സ്ത്രീകളെയും കുട്ടികളെയും വധിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് നബിയോട് ആരോ ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്? മോശമായിപ്പോയി, അങ്ങനെ ചെയ്യരുതായിരുന്നു, അത് ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്നൊന്നല്ല പറഞ്ഞത്. മുത്തറസൂല് പറയാണെന്ത്, അവരും അവരിൽപ്പെട്ടവരാണ്. അതിന്റെ മുകളിൽ മറ്റേ ഹദീസുണ്ട്. അതായത് മറിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ ഒരിക്കലും പ്രവാചകൻ പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ഇതേ സഹീഹ് മുസ്ലിമിലെ തൊട്ടുമുമ്പുള്ള ഹദീസുകളിൽ യുദ്ധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും വധിക്കുന്നത് പ്രവാചകൻ കർശനമായി വിലക്കിയത് കാണാൻ സാധിക്കും. യുദ്ധക്കളത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു കിടക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ അത് വിലക്കുകയും ഇവർ യുദ്ധം ചെയ്യുന്നവരായിരുന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അയാൾ ബോധപൂർവം മറച്ചുവയ്ക്കുകയാണ്. ഇംഗ്ലീഷിലുള്ള ഹദീസ് പരിഭാഷ ഇയാൾ വായിക്കുമ്പോൾ അതിൽ അൺഇന്റൻഷനൽ, അതായത് ബോധപൂർവമല്ലാതെ എന്ന് കൃത്യമായി എഴുതിയിട്ടുള്ളത് ഇയാൾ തന്നെ കാണുന്നുണ്ട്. എന്നിട്ടും അത് ജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് തെറ്റിദ്ധാരണ പരത്താനാണ് അയാൾ ശ്രമിക്കുന്നത്.
യുദ്ധത്തടവുകാരും ധാർമ്മികതയുടെ മറവിലെ നുണകളും. സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത് എന്ന് ഇസ്ലാം പറയുന്നത് അവരോടുള്ള കരുണ കൊണ്ടല്ല, മറിച്ച് അവർ യുദ്ധമുതലുകളായതുകൊണ്ടാണെന്ന് വരുത്തി തീർക്കാനുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. ഇതിൽ കിസാസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. കിസാസിനെ കുറിച്ച് പറയുന്ന ഒരു ഏരിയ. ഹർബിയായ കാഫിറിൻ്റെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നാൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതില്ല. കാരണം അവരെ കൊല്ലൽ ഹറാമല്ലെങ്കിലും അത് അല്ലാഹു തആലയുടെ ഹക്കിന് വേണ്ടിയല്ല. അത് ഹറാമല്ല, പക്ഷെ അല്ലാഹു തആലയുടെ ഹക്കിന് വേണ്ടിയല്ല. എന്താണ്? ഗനീമത്തുകാരുടെ ഹക്കിന് വേണ്ടിയാണ്. അതായത് ഗനീമത്ത് മുതലാണ്. സ്ത്രീകളും കുട്ടികളും ഒരു ഗനീമത്ത് മുതലായതുകൊണ്ടാണ് അവരെ കൊല്ലേണ്ടെന്ന് പറയുന്നത്. അതിനെന്തില്ല, പ്രായശ്ചിത്തം ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇസ്ലാമിൽ. യുദ്ധത്തടവുകാർ അതാണ് കാരണം, അല്ലാതെ സ്നേഹം കൊണ്ടല്ല സുഹൃത്തുക്കളെ. ഇവർക്ക് അനുകമ്പ കൊണ്ടും ദയ കൊണ്ടും അല്ല. ആ പിടിച്ചതിന്റെ വീതം പറ്റണ്ടേ? നമ്മളിപ്പോ ഒരു വീട്ടിൽ കയറി മോഷ്ടിക്കാന്നിരിക്കാം, അവിടെ ഫുള്ള് അടിച്ച് പൊളിക്കോ? ഇല്ല, കാരണം നമുക്ക് അത് എടുത്തോണ്ട് പോകാനുള്ളതല്ലേ. അതുകൊണ്ടാണ് ആ യുക്തി വെച്ചിട്ടാണ് കൊല്ലാത്തത്. ഇപ്പൊ മനസ്സിലാക്കാം. ഇനി കൊല്ലണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇതാണ് കാരണം. അവിടെയാണ് ഇവര് മറ്റേ മാനവികത തുളുമ്പുന്ന അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഒരു യുദ്ധം നടക്കുമ്പോൾ മറ്റൊരു വിഫല ശ്രമവും അയാൾ നടത്തുന്നുണ്ട്. ഇവിടെ അയാൾ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട സങ്കീർണമായ ഒരു ചർച്ചയെ അടർത്തിയെടുത്ത് അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമം എന്ന് വരുത്തി തീർക്കുകയാണ്. യുദ്ധത്തിൽ കൊല്ലരുതെന്ന് വിലക്കപ്പെട്ടവരെ ആരെങ്കിലും കൊന്നാൽ അവർക്ക് നഷ്ടപരിഹാരം നൽകണോ വേണ്ടയോ എന്ന നിയമപരമായ ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാതെ വിടാനുള്ള അടിസ്ഥാന കാരണം അതല്ല. പ്രവാചകൻ മുഹമ്മദ് നബി സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത് എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ കാരണം അവർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എന്നത് തന്നെയാണ്. ഇസ്ലാമിലെ യുദ്ധനിയമങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണ്. യുദ്ധത്തിന് പോകുന്ന സൈന്യത്തോട് പ്രവാചകൻ നിർദ്ദേശിച്ചത്, നിങ്ങൾ വയോധികരെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത്, ആരാധനാലയങ്ങളിൽ കഴിയുന്ന പുരോഹിതന്മാരെ കൊല്ലരുത്, എന്തിന് മരങ്ങൾ പോലും വെട്ടി നശിപ്പിക്കരുത് എന്നാണ്. ധാർമ്മികതയുടെ ഈ ഉന്നതമായ നിലപാടിനെയാണ് ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലെ സാങ്കേതിക ചർച്ചയുടെ ഒരു വരി അടർത്തിയെടുത്ത് അയാൾ അപഹസിക്കാൻ ശ്രമിക്കുന്നത്. സ്വതന്ത്ര ചിന്തകരെന്ന് അവകാശപ്പെടുന്ന ഈ ഇസ്ലാം വിമർശകരുടെ കാപഢ്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ ഇയാൾ നടത്തിയ വീഡിയോകളിൽ ലോകത്ത് നടക്കുന്ന യഥാർത്ഥ കൂട്ടക്കുരുതികളെയും പട്ടിണിയെയും ന്യായീകരിക്കുകയും ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങൾ നടത്തുന്ന ക്രൂരതകളെ വെള്ളപൂശുകയും ചെയ്ത ആളാണിയാൾ. എന്നിട്ടിപ്പോൾ സമാധാനത്തിന്റെയും ധാർമ്മികതയുടെയും അപ്പോസ്തലനായി ചമയുന്നത് തികഞ്ഞ കാപഢ്യമാണ്. അവർക്ക് യാതൊരു ധാർമ്മിക അടിസ്ഥാനവുമില്ല. അവരുടെ ഒരേയൊരു ലക്ഷ്യം ഇസ്ലാമിനെ താറടിച്ചു കാണിക്കുക എന്നത് മാത്രമാണ്. ഇസ്ലാം എന്നത് സമാധാനത്തിന്റെയും നീതിയുടെയും മതമാണ്. അതിലെ ഓരോ നിയമങ്ങളും മനുഷ്യന്റെ നന്മയ്ക്കും സമാധാനപരമായ സഹവർത്തിത്വത്തിനും വേണ്ടിയുള്ളതാണ്. അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ നാം യുക്തിഭദ്രമായി തന്നെ നേരിടേണ്ടതുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.